ഞാൻ ഒരു ചെറിയ ചിന്ത നിങ്ങളുമായിട്ട് പങ്കുവച്ചതിന് ശേഷം ഇരിപ്പാൻ ആഗ്രഹിക്കുന്നു. ലൂക്ക് ചാപ്റ്റർ 4, ലൂക്കോസിൻ്റെ സുവിശേഷം 4-ാം അധ്യായം 14 മുതൽ 19 വരെയുള്ള വേദഭാഗം. ലൂക്കോസിൻ്റെ സുവിശേഷം 4-ാം അധ്യായം 14 മുതൽ 19 വരെ. അരുളും ഭായി. പരിശുദ്ധനായ ദൈവമേ, സ്വർഗ്ഗപിതാവേ, അല്പസമയം കൂടെ നിന്റെ സന്നിധിയിലായിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ വചനം അടിയങ്ങളോട് സംസാരിക്കണം. പരിശുദ്ധാത്മാവേ, ഈ പകൽക്കാലം ഇടപെടണം. പ്രാർത്ഥനകടനായ സ്തോത്രം യേശുവിൻ്റെ നാമത്തിൽ തന്നെ പിതാവേ. കഴിഞ്ഞ 4 ആഴ്ചയായിട്ടാണ് ഞാൻ ഇല്ലാതിരുന്നത്. 3 ആഴ്ചയായി ഞാൻ ഇവിടുന്ന് ഇന്ത്യയിലേക്ക് പോയ സമയം. എന്നാൽ അതിന് മുമ്പുള്ള ഒരാഴ്ച സ്നോ സ്റ്റോം ആയതുകൊണ്ട് നമുക്ക് കൂടുവാൻ കഴിഞ്ഞില്ല. ഞാൻ പോയ സമയങ്ങളെല്ലാം സഹോദരി സഹോദരങ്ങളെ എല്ലാം ദൈവം പല രീതിയിൽ ഉപയോഗിച്ചു. പ്രത്യേകിച്ചും സഹോദരങ്ങൾക്ക് എല്ലാം കർത്താവിൻ്റെ ദാസനെല്ലാം ശുശ്രൂഷിപ്പാൻ ദൈവം കൊടുത്ത കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. നമ്മുടെ അനുഗ്രഹിക്കപ്പെട്ട സഹോദരങ്ങൾക്കായി സ്തോത്രം. ഞാൻ ഈ 2 മാസം പോയാലും അവരെല്ലാം ഫില്ല് ചെയ്യും എന്നുള്ളത് യാതൊരു സംശയമില്ല. അല്ലേ ചാ? പ്രൊഫസറോ, കർത്താവ് സഹായിക്കട്ടെ. നിങ്ങൾക്കറിയാവുന്ന പോലെ ഞാൻ ഫ്ലൈറ്റിൽ ഇരിക്കുമ്പോഴാണ് I was sitting in the flight, so there is an announcement. So there is a delay in the airport. I don't know what is happening, but when I put the TV, Etihad news varum. So there is a major accident in the airport. Delta flight crashed, so all the runways are closed. So I have to be there on Tuesday night. Wednesday morning we have a conference. ഓർത്ത് നോക്കി. അപ്പം എൻ്റെ ചിന്ത എങ്ങനെ ഇനിയും എയർപോർട്ടിൽ എങ്ങനെ ഇന്ത്യയിൽ ചെല്ലാൻ പറ്റുന്നത്. സോ ഐ എം നോട്ട് തിങ്കിങ് അബൌട്ട് ദി ആക്സിഡൻറ്റ്. ഐ എം നോട്ട് പാനിക് അബൌട്ട് ഓൾ ദി ഫ്ലൈറ്റ്, ഓൾ ദോസ് കൈൻഡ് ഓഫ് തിങ്സ്. ഓക്കെ, എയർപോർട്ടിൽ നിങ്ങൾ ഫ്ലൈറ്റിൽ ഇരിക്കുമ്പോൾ നോക്കി ഒരു ആക്സിഡൻറ്റ് തൊട്ട് ഫ്രണ്ട് നടക്കുക. സോ ദൈവം അന്നൊരു പീസൊക്കെ നൽകി. ആ രീതിയിൽ ഐ ഹാവ് എ പീസ്. അതിനാ റിയൽ പീസ് എന്ന് പറയുന്നത്. നമുക്കന്നൊരു വലിയ കൺസേൺ ഒന്നുമല്ല. അല്ലാത്തതും ചിലപ്പോൾ കൺസേൺ ആയിരിക്കും. അയ്യോ, ഫ്ലൈറ്റ് മുകളിൽ കൂടെ പോകുമ്പോൾ താഴെ വീണ എന്ത് ചെയ്യും, അല്ലേ? ബട്ട് ദാറ്റ് ടൈം ഗോഡ് ഗേവ് മീ ദ പീസ്. ബട്ട് സഡൻലി ആഫ്റ്റർ then we just came outside the flight. We maybe staying there 3-4 hours. Then they announced, okay, they opened one runway, then started to move. Anyway, സമയത്ത് അവിടെ ചെല്ലുവാൻ കർത്താവ് സഹായിച്ചു. ദൈവത്തിൻ്റെ കരുതലിനായി സ്തോത്രം. നിങ്ങളുടെ പ്രാർത്ഥനയ്ക്കെല്ലാം നന്ദി അറിയിക്കുന്നു. In this passage you see the first ministry of our Lord Jesus Christ. The theme of my message is the first ministry of Jesus Christ in the dry land. യേശു ക്രിസ്തുവിൻ്റെ ആദ്യത്തെ പരസ്യ ശുശ്രൂഷയാണ് ഇവിടെ കാണുവാനായി കാണുന്നത്. ആദ്യമായി നാം വായിക്കുന്നുണ്ട്, യേശു ആത്മാവിൻ്റെ ശക്തിയോട്, പ്രൈസ് ദി ലോർഡ്, ആത്മാവിൻ്റെ ശക്തിയോട് ഗലീലയിലേക്ക് മടങ്ങിച്ചെന്നു. ജീസസ് റിട്ടേൺ ടു ഗാലിലി ഇൻ ദ പവർ ഓഫ് ദി ഹോളി സ്പിരിറ്റ്. ആത്മാവിൻ്റെ ശക്തിയോടെ. എൻ്റെ പിന്നാലെ പറഞ്ഞാട്ട്, ആത്മാവിൻ്റെ ശക്തിയോടെ. പ്രൈസ് ദി ലോർഡ്. റിപ്പീറ്റ് ആഫ്റ്റർ മീ. ഇൻ ദ പവർ ഓഫ് ദ ഹോളി സ്പിരിറ്റ്. So Jesus returned to Galilee with the power of the Holy Spirit. Jesus need that power. യേശുവിന് ഈ ആത്മാവിൻ്റെ ശക്തി ആവശ്യമായിരുന്നു. അങ്ങനെയെങ്കിൽ നമുക്കെല്ലാം ഈ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി ആവശ്യമാണ്. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? ഹല്ലേലൂയ. Without Holy Spirit we cannot live a Christian life. Holy Spirit is the one who is guiding us and guarding us, leading us and empowering us. So we need the Holy Spirit. യേശു ശക്തിയോടെ മടങ്ങി വന്നതായി കാണുവാൻ കഴിയും. അപ്പം നമുക്കറിയാം, ജീസസ് വാസ് റേസ്ഡ് ഇൻ, he was born in Bethlehem, he was raised in Nazareth. Nazareth is a small city in the region or in the province of Galilee.
If you look at the map, there are 3 provinces. Now on the north, it is Galilee. വടക്കേ ഭാഗത്ത് ഉള്ള പ്രോവിൻസിൻ്റെ പേര് ഗലീല എന്നാണ്. In the second part, middle, the second is called Samaria. Mainly the Samaritans, അവിടെയുള്ള ആൾക്കാർ. The third, in the bottom you can see Judea. So there are 3 provinces. Don't forget that. 3 provinces. Galilee on the north, Galilee north. In the middle is Samaria. In the bottom is Judea. There are a lot of cities in these places. So there is one small city in the northern part of Galilee. In the state of, or in the province of Galilee, it is called Nazareth. വടക്കൻ പ്രോവിൻസിലുള്ള ഒരു ചെറിയ പട്ടണമാണ് നസ്രയത്ത്. അവിടെയാണ് കർത്താവായ യേശു ക്രിസ്തു വളർന്നത് എന്ന് മനസ്സിലാക്കുവാൻ കഴിയും. അപ്പോൾ ആ സ്ഥലത്തെ പറ്റിയാണ് ഇവിടെ പ്രധാനമായിട്ടും പറയുന്നത്. ഇവിടെ ഞാൻ ആദ്യമായി വായിച്ച വേദഭാഗത്ത് അവൻ എങ്ങനെ ആ സ്ഥലത്തേക്ക് വന്നു? ആത്മാവിൻ്റെ ശക്തിയോടെ വന്നു. ദിസ് ഇസ് എ ഡ്രൈ ലാൻഡ്. ദർ ഇസ് നോ മച്ച് ടു എക്സ്പെക്ട് ഫ്രം ദിസ് പ്ലേസ്, ബട്ട് ജീസസ് കെയിം ടു ദിസ് പ്ലേസ് വിത്ത് ദ പവർ ഓഫ് ദ ഹോളി സ്പിരിറ്റ്. I remember many years ago when I came to Canada in 1995. I came here to study. ഞാൻ ഇവിടെ പഠിക്കാൻ വന്ന ആള്. After 2 years, God was preparing me for the ministry, for some different ministries. I went to Houston and stayed with a pastor at least for a few months. Every day we have a prayer. ആ സ്ഥലത്ത് എല്ലാ ദിവസവും പ്രാർത്ഥനയുണ്ടായിരുന്നു. ആ സമയങ്ങളിൽ എല്ലാ ദിവസവും പ്രാർത്ഥന. Every morning I go with Appachan and Amachi and few brothers and sisters to church, then pray. And God was preparing me. ആ ദിവസങ്ങളിൽ ദൈവം എന്നെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. Praise the Lord. There is a fasting prayer once in a while. There is a revival meeting once in a while. So, that through that prayer, I got the empowerment. Hallelujah. I got the power of the Holy Spirit. I was in the ministry for many years. I was in with GFA. ആത്മീയാത്രയിലായിരുന്നു. അവിടെ ഞാൻ ചെയ്യുന്ന മറ്റു പല കാര്യങ്ങളുണ്ട്. റേഡിയോ പ്രോഗ്രാം ചെയ്യുന്നുണ്ട്, യാത്ര ചെയ്യുന്നുണ്ട്. Lot of ministry with my brain. Lot of ministry with my knowledge. Of course, that is also, the ministry of the Holy Spirit. But not really the connecting or understanding the presence of the Lord. യേശു ക്രിസ്തുവിൻ്റെ സാന്നിധ്യത്തിൽ ചെയ്യുന്ന കാര്യങ്ങളില്ലേ? ഹല്ലേലൂയ. യേശു ക്രിസ്തുവിനോട് കൂടെ ചേർന്ന് ചെയ്യുന്ന ചില കാര്യങ്ങളില്ലേ? അല്ല, നിങ്ങൾക്ക് തോന്നിയിട്ടില്ലേ? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. യേശുവിനോടുകൂടി ഇരുന്ന് ചെയ്യുന്ന ചില കാര്യങ്ങളില്ലേ? So God was preparing me through that prayers for a greater ministry. Never in my life I never wanted to be a pastor. എനിക്ക് ഒരിക്കലും പാസ്റ്റർ ആകാൻ താല്പര്യമില്ല. But God was pressing me. ദൈവം എന്നെ ഒരുക്കി. എങ്ങനെയാ? പ്രാർത്ഥനയിൽ കൂടി, വചനധ്യാനത്തിൽ കൂടി, ദൈവദാസന്മാരിൽ കൂടി, ചില മാസങ്ങൾ കൂടി എന്നെ ദൈവം ഒരുക്കുകയാണ്. അങ്ങനെ എനിക്ക് എന്ത് കിട്ടി? ആത്മാവിൻ്റെ വലിയൊരു ശക്തി എനിക്ക് കിട്ടി. Praise the Lord. The fasting prayer is coming. I encourage children, fast and pray. Praise the Lord. Don't worry about Facebook. Don't worry about Instagram. Don't worry about YouTube. Leave the phone, in a drawer, in some place, and fast for at least 5 hours. ഫോണില്ലാതെ ഒരു 5 മണിക്കൂർ പറ്റുമോ? ഫോണില്ലാതെ ഒരു ദിവസം പറ്റുമോ? ബുദ്ധിമുട്ടായിരിക്കും നമുക്കെല്ലാം. Praise the Lord. We can skip the meal. We can skip the lunch. We can skip the breakfast. But can we skip certain things like phone or TV, YouTube, social medias? I remember I was in New York. A great man of God, Pastor K.V. Kurian, a senior pastor. He always come and take me on Fridays. And he encouraged me to preach. സജി പ്രസംഗിച്ചാൽ മതി. ഭക്തനായ ഒരു മനുഷ്യനായിരുന്നു അദ്ദേഹം. എന്നെ പ്രസംഗിപ്പിക്കാൻ പഠിപ്പിക്കും, എന്നെ എൻകറേജ് ചെയ്യും. യു ഡു ഇറ്റ്.
And he was molding me. Finally, he put his hand on my head and prayed for me. I am sending you to Canada for a ministry, for a church ministry, which I don't like that. But God anointed me. Praise the Lord. I remember another man of God, a white guy, put his hand on me and prayed for me. An anointing, fell upon me. Praise the Lord. ദൈവഭക്തന്മാരുടെ കരങ്ങളെ വെച്ചൊക്കെ പ്രാർത്ഥിക്കുമ്പോൾ അത് അനുഗ്രഹമാണെന്ന് മനസ്സിലാക്കുന്നവർക്കായി സ്തോത്രം ചെയ്യുന്നു. Jesus returned to Nazareth with the power of the Holy Spirit. പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയോടെ നസറത്തിലേക്ക് വന്നു. As I mentioned, there is no good thing in Nazareth. John chapter 1, Nathanael was asking Philip, can anything good come out of Nazareth? നസറേത്തിൽ നിന്ന് വല്ല നന്മയും വരുമോ? Because Nazareth is a dry place. There are few, maybe less than 1,000 people are staying in Nazareth. Not much to see, not a green land. It's not a fertile land. In Isaiah chapter 53 verse 2, വരണ്ട നിലത്തു നിന്ന് വേർ മുളയ്ക്കുന്നത് പോലെ അവൻ്റെ മുമ്പാകെ വളരും. It's fulfilled. He was raised in Nazareth. വരണ്ട നിലമാണ്. അവിടെ നിന്നാണ് യേശു വളർന്നത്. അവിടെ നിന്നാണ് അവൻ മുളച്ചു വന്നത്. അവനെ കണ്ടാൽ ആഗ്രഹിക്കത്തക്ക സൗന്ദര്യമൊന്നുമില്ല. Nazareth is a town where we cannot expect much things. എന്നാൽ ആ പ്രതീക്ഷയില്ലാതിരുന്ന സ്ഥലത്ത് നിന്ന് യേശു തൻ്റെ ശുശ്രൂഷ ആരംഭിച്ചു. നാം ഈ പകൽക്കാലം പറയട്ടെ, ഒരു പ്രതീക്ഷയുമില്ലാത്ത സ്ഥലത്തു നിന്നും ദൈവത്തിന് വഴികളെ തുറക്കുവാൻ കഴിയും. Hallelujah. God can open his ways even in a dry place. God can open the ways in a desert. Hallelujah. മരുഭൂമിയിൽ ദൈവത്തിന് വഴികളെ തുറക്കുവാൻ കഴിയും. നിർജ്ജന പ്രദേശത്തും ദൈവത്തിന് വഴികളെ തുറക്കുവാൻ കഴിയും. Verse 16, 16 വാക്യം വായിക്കുമ്പോൾ അവൻ വളർന്ന നസറേത്തിൽ വന്നു. Look at the children, that Bible verse. അവൻ വളർന്ന നസറേത്തിൽ വന്നു. He came to Nazareth where he had been brought up. So all these years, Jesus was raised in Nazareth. So he got a lot of friends in Nazareth. He got families in Nazareth. So he go to church in Nazareth. So he know all the people in Nazareth. He know all the village, the surroundings in Nazareth where he had been brought. Next one is very interesting. 16 വാക്യം വായിച്ച്, verse 16. പതിവ് പോലെ പള്ളിയിൽ പോയി. And his custom was, he went into the synagogue. അവൻ പതിവ് പോലെ എവിടെ പോയി? പള്ളിയിൽ പോയി. It was a routine practice for Jesus to go to synagogue. Synagogue is a worship place. Okay, for Jewish people there are two places. One is synagogue. Here in Baptist there is a synagogue. There are different synagogues in these places. There are synagogues for Indians. Okay, different synagogue. So there is a family was living with us in Carabab Court. ഞങ്ങളുടെ സ്കാർബോയിൽ. അവിടെ പാസ്റ്റർക്ക് അറിയാമെന്ന് തോന്നുന്നില്ല. There is a Jewish family. There is a Jewish lady. She's from Pune. So she told me, so I asked her, where are you going? We are going to synagogue. Are you going to that synagogue? No. അത് വെള്ളക്കാരുടെ സിനഗോഗാണ്. ഇന്ത്യക്കാർക്ക് വേറെ സിനഗോഗ് ഉണ്ട്. There are Jewish people from India. They have different synagogue. നമ്മുടെ മലയാളം ചർച്ച് പോലെ തന്നെ. So for the white people they have different synagogue. So there were synagogues in different places. So Jesus used to go to synagogue. പതിവ് പോലെ, ആ വാക്ക് ശ്രദ്ധിച്ച്, പതിവ് പോലെ പള്ളിയിൽ പോയി. അവൻ്റെ പതിവ് എന്തായിരുന്നു? എല്ലാ ആഴ്ചയും പള്ളിയിൽ പോവുക. പതിവ് തെറ്റിക്കല്ലേ? പ്രൈസ് ദി ലോർഡ്. ഇഷ്ടങ്ങൾ ഉള്ളപ്പോൾ പോകുന്നതല്ല ചർച്ച്.
ചർച്ചിൽ പോകുവാൻ ഹല്ലേലൂയ ഇഷ്ടമുള്ളപ്പോഴല്ല പോകേണ്ടത്. എല്ലാ സൺഡേയിലും ചർച്ചിൽ പോകണം. അതിന് മുടക്കം വരുത്തരുത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലേലും മുടക്കം വരുത്തരുത്. ഗോയിങ് ടു ചർച്ച് ഇസ് എ പ്രാക്ടീസ്. ഇറ്റ്സ് എ ബിബ്ലിക്കൽ കമാൻഡ്. ഗോ ടു ചർച്ച്. ആരാധനയ്ക്ക് പോകുക, വചനം കൊണ്ടുപോകുക. ഫോൺ കൊണ്ട് വരരുത് കേട്ടോ, ഫോൺ കൊണ്ട് വരരുതേ. ഈ വചനം കൊണ്ടുപോകുക. Give a Bible to your child. Let them bring a Bible to the church. Let them worship the Lord. This was a practice of Jesus. Jesus knew that this is not a real church. അല്ലേ? Synagogue, all of them are hypocrites. അവിടെ ഇരിക്കുന്നവരെല്ലാം പരീശന്മാരാണെന്ന് യേശുവിന് അറിയാം. അല്ലേ? യേശുവിന് അവരുടെ നിലവുകൾ അറിയാം, ഹൃദയങ്ങൾ അറിയാം. But yet Jesus went with his parents. That is a practice. Hallelujah. ചില ആൾക്കാരെ നോക്കിയ സഭയെ പോന്നെ. Praise the Lord. അവരുണ്ട് ഞാൻ ചർച്ചിൽ പോകത്തില്ല, ഇവരുണ്ട് ചർച്ചിൽ പോകത്തില്ല, അങ്ങനെ കർത്താവിന് പോകാൻ പറ്റത്തില്ലായിരുന്നു. എല്ലാവരുടെ ഹൃദയങ്ങളും നിലവുകളെ അറിയുന്ന യേശുവിന് എങ്ങനെ ചർച്ചിൽ പോകാൻ പറ്റും? But he went to the church. He went to the synagogue. That was his practice. His practice was to read the Bible. As a custom, he was reading the Bible. അല്ലേ? യെശയ്യാ പ്രവാചകന്റെ പുസ്തകം വായിച്ചു. Jesus took the book, took the scroll, and he began to read the Bible. What was the portion? Isaiah chapter 61. He was reading. ആ ഭാഗം ഒന്ന് വായിച്ചേര്. 18 വാക്യം. ഇവിടെ കർത്താവ് ഒരു ഭാഗം വായിക്കുകയാണ്. This is a familiar passage. ഞാൻ നേരത്തെ സംസാരിച്ചിട്ടുണ്ട്. Number 1, Jesus is saying, so God anointed me to preach the gospel. ദരിദ്രന്മാരോട് സുവിശേഷം. ഇവിടെ പറയുന്നത് സുവിശേഷം എന്നുള്ള വാക്കാണ്. യെശയ്യാ പ്രവാചനത്തിൻ്റെ പുസ്തകത്തിൽ സദ്വർത്തമാനം എന്നുള്ള വാക്കാണ്. Both are same, but word gospel is used in this passage. അവരോട് സുവിശേഷം അറിയിപ്പാൻ ദൈവം എന്നെ അയച്ചിരിക്കുന്നു. Number 1, preaching the gospel. Number 2, to heal the broken hearted. ഹൃദയം തകർന്നവരെ മുറിവുകളെ കെട്ടുവാൻ. ഈ പകൽക്കാലം ആരെങ്കിലും ഹൃദയം തകർന്നിട്ടുണ്ടെങ്കിൽ അവരുടെ മുറിവുകളെ കെട്ടുവാൻ യേശു മതിയായവനാണ്. എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്? Jesus is here. Number 3, ബദ്ധന്മാർക്ക് വിടുതൽ. Liberty to the captives. Mainly the people who are under sin. Number 4, കുരുടന്മാർക്ക് കാഴ്ച, sight to the blind. Number 5, set liberty to those who are oppressed. പീഡിതന്മാർക്ക് വിടുതൽ. 6ാമത്തെ കാര്യം, കർത്താവിൻ്റെ പ്രസാദ വർഷം പ്രസംഗിപ്പാൻ, to proclaim the acceptable year of our Lord Jesus Christ. 6 കാര്യമാണ് കർത്താവ് പറയുന്നത്. Preach the gospel, to heal the broken hearted. Number 3, the liberty to the captives. ബദ്ധന്മാർക്ക് വിടുതൽ. 4ാമത്തെ കാര്യം, കുരുടന്മാർക്ക് കാഴ്ച, sight to the blind. 5ാമത്തെ കാര്യം, liberty to those who are oppressed. 6ാമത്തെ കാര്യം, കർത്താവിൻ്റെ പ്രസാദ വർഷം പ്രസംഗിപ്പാൻ ദൈവം അവനെ അയച്ചു. 7ാമത്തെ കാര്യം, യെശയ്യാ പ്രവാചനത്തിൽ പറയുന്ന കാര്യം കർത്താവ് ഇവിടെ വായിക്കുന്നില്ല. Jesus is not reading the 7th point that is found in the book of Isaiah. Jesus is not reading that portion. Hallelujah. പ്രതികാരം ചെയ്യുന്ന കർത്താവിൻ്റെ കാര്യം ഇവിടെ പറയുന്നുണ്ട്. അത് കർത്താവ് ഇവിടെ പറയുന്നില്ല. That is happening only in the second coming of our Lord Jesus Christ. Praise the Lord. ഈ പകൽക്കാലം ദൈവം നമ്മളോട് സംസാരിക്കുന്ന കാര്യം, ഹല്ലേലൂയ, കുരുടന്മാർക്ക് കാഴ്ച കൊടുക്കുന്ന കർത്താവ് നമുക്ക് കാഴ്ച നൽകിയതിനായി സ്തോത്രം ചെയ്യട്ടെ. നമ്മുടെ കണ്ണുകളെ കർത്താവ് തുറന്നതിനായി സ്തോത്രം ചെയ്യട്ടെ. ഇന്നും നമ്മുടെ കണ്ണുകളെ കർത്താവ് തുറക്കുവാൻ മതിയായ കർത്താവാണ്. നമ്മുടെ ആത്മീയ കണ്ണാണ് ഏറ്റവും തുറക്കേണ്ട കാര്യം. പൽക്കാലം കേട്ടതുപോലെ നമ്മുടെ ഭൗമിക കണ്ണ് പോയാലും കുഴപ്പമില്ല, നമ്മുടെ ആത്മീയ കണ്ണുകൾ തുറക്കുന്നെങ്കിൽ, ഹല്ലേലൂയ, why we are coming to church. നമ്മുടെ ആത്മീയ കണ്ണുകൾ തുറക്കുവാൻ വേണ്ടിയായി പകൽക്കാലം ഇവിടെ കടന്നു വന്നിരിക്കുന്നത് യേശുവിൻ്റെ നാമത്തിൽ.
നമ്മുടെ കണ്ണുകളെ തുറക്കണം. നമ്മൾ കാണേണ്ട കാര്യങ്ങൾ കാണുവാൻ കണ്ണുകളെ തുറക്കണം. ജീസസ് നീഡ് ടു ഓപ്പൺ അവർ അണ്ടർസ്റ്റാൻഡിങ്. യേശു ശിഷ്യന്മാരെ കണ്ണുകളെ തുറന്നപ്പോൾ അവർക്ക് വചനത്തിൻ്റെ ആഴങ്ങളെ മനസ്സിലാക്കിയെങ്കിൽ എൻ്റെ കണ്ണുകളെ കർത്താവ് തുറക്കണമെന്ന് ഞാൻ പ്രാർത്ഥിക്കും. Every time when I read the Bible, I pray, Jesus, open my understanding so that I can know the scripture. കർത്താവേ, തിരുവചനം മനസ്സിലാക്കുവാൻ എൻ്റെ കണ്ണുകളെ ദൈവം തുറന്നാട്ട് കർത്താവേ. Praise the Lord. During this trip, I was busy. അത്രയും ധ്യാനിക്കാനൊന്നും സമയം കിട്ടിയില്ല. അതിൻ്റെ ഒരു പോരായ്മ എനിക്ക് ഫീൽ ചെയ്യാൻ പറ്റും. മേ ബി പഞ്ചായത്ത് പോയപ്പോൾ എല്ലാ ദിവസവും യാത്രയാണ്. നൈറ്റിൽ പകൽ മിനിസ്ട്രി, രാത്രി യാത്ര. സോ ഞാൻ യങ്ങായിട്ടൊന്നുള്ള വ്യക്തിയൊന്നുമില്ല, പ്രായമായി. അപ്പോൾ തന്നെ കഴിപ്പ് കൂടുതലുണ്ട്. കഴിപ്പിനൊന്നും കുഴപ്പമൊന്നുമില്ല കേട്ടോ. So our body is weak. Our soul is, still, strong. But we need the food. We need the spiritual food. നാട്ടിൽ ചെല്ലുമ്പോൾ എവിടെ കയറിയാലും പൊറോട്ട അഞ്ച് കിട്ടും. എവിടെ പോയാലും കടകളാ, വഴി തട്ടുകടകളാ. നല്ല വട വഴി കിട്ടും, നല്ല ചായ വഴി കിട്ടും, നല്ല ബോണ്ട വഴി കിട്ടും. നിർത്തിയാൽ മതി, തമിഴിന് അടിച്ചു തരും, നല്ല നീളത്തിലുള്ള ചായ അടിച്ചു തരും. But where is the spiritual food? We need to eat the spiritual food. Lord, open my understanding to know the word of God. പീഡിതന്മാർക്ക് വിടുതൽ, കുരുടന്മാർ കാഴ്ച. ഹല്ലേലൂയ. നമ്മുടെ ആത്മീയ ഭൗമിക വിഷയത്തിന് ദൈവം പ്രവർത്തിക്കാൻ മതിയായ കർത്താവാണ്. ഇവിടെ ദൈവം പറയുമ്പോൾ സ്പിരിച്വലായ ഹീലിംഗ് ആണ് നമ്പർ 1 എങ്കിലും ഫിസിക്കലായ ഹീലിംഗും ദൈവം നമുക്ക് തരുവാൻ മതിയായ കർത്താവാണ്. ജീസസ് said, I came to heal the people. തകർന്നവരെ ഹല്ലേലൂയ അവരുടെ മുറിവ് കെട്ടുവാൻ ദൈവം എന്നെ അയച്ചിരിക്കുന്നു. യേശു ഇത് പറഞ്ഞിട്ട് പറയുകയാണ്, ആഫ്റ്റർ ഓൾ ദിസ് മെസ്സേജ് ജീസസ് said, today all the scripture is fulfilled. All the scripture is fulfilled. All this message is fulfilled. Preaching to poor, that is fulfilled. Liberty to the people, those who are broken, that is fulfilled. Blind are seeing, that is fulfilled. കുരുടന്മാർക്ക് കാഴ്ച, അത് ദൈവം പറയാതെ that is fulfilled. This word is fulfilled. Who can say that? A powerful ministry, full gospel ministry. ഇതാ ഫുൾ ഗോസ്പൽ മിനിസ്ട്രി എന്ന് പറയുന്നത് അല്ലേ? നിങ്ങൾക്കറിയാം, ഈ പെന്തക്കോസ്തുകാരെ പൊതുവായിട്ട് പറയുന്നത് ഫുൾ ഗോസ്പൽ ആൾക്കാരെന്നാണ്, ഹാഫ് ഗോസ്പൽ അല്ല. പണ്ടൊരിക്കൽ ഞാനൊരു ചർച്ച ചെന്നപ്പം പുള്ളി പറഞ്ഞു, നിങ്ങൾ മാത്രമല്ല ഫുൾ ഗോസ്പൽ, ഞങ്ങളും ഫുൾ ഗോസ്പൽ. They were not Pentecostals, but they said, he said, we are also full gospel. Oh, that's good. Then he asked, are you charismatic? Yes, we are charismatic. I told him whether we are charismatic or non-charismatic. When you see a man possessed with the evil spirit, we have to pray. നീ കരിസ്മാറ്റിക് ആണെങ്കിലും നോൺ കരിസ്മാറ്റിക് ആണെങ്കിലും വടക്കേണ്ടി ചെല്ലും. വടക്കേണ്ടിയിൽ പ്രധാനമായിട്ടും പിശാചുക്കളിങ് ഇറങ്ങുവന്നേ. അപ്പം ഞാൻ മിനിസ്റ്റർ ചെയ്തപ്പോഴും ഓരോന്ന് കിടന്ന് അലറുന്ന കേൾക്കാം. ഈ ഭൂതങ്ങളൊക്കെ ഇറങ്ങും. അപ്പോൾ വെദർ യു ആർ കരിസ്മാറ്റിക് ഓർ നോൺ കരിസ്മാറ്റിക്, യു ഹാവ് ടു പ്രേ. ഭൂതങ്ങളെ കാണുമ്പോൾ ഒരു വഴിയുള്ളൂ, എന്താ? പ്രാർത്ഥിക്കുക, വചനം പറയുക, പ്രാർത്ഥിക്കുക. Praise the Lord. That is the full gospel. So Jesus was telling, today the scripture is fulfilled. 21 വാക്യത്തിൽ, is this not the Joseph's son? ഇവൻ ജോസഫിൻ്റെ മകനല്ലയോ? അവർ കളിയാക്കുക. Now in the beginning, അതിൻ്റെ 21 വാക്യത്തിൽ പറയുന്നുണ്ട്, 22 വാക്യത്തിൽ എല്ലാവരും അവനെ പുകഴ്ത്തി. People were praising him. ഇപ്പം പറയാം, ഇവൻ ജോസഫിൻ്റെ മകനല്ലേ, ഇവൻ ആ തച്ചൻ്റെ മകനല്ലേ. അപ്പോൾ ജീസസ് പറഞ്ഞു, നോ പ്രോഫറ്റ് ഈസ് അക്സെപ്റ്റബിൾ ഇൻ ഹിസ് ഓൺ ടൗൺ. ഒരു പ്രവാചകനും തൻ്റെ പിതൃനഗരത്തിൽ സമ്മതനല്ല. So just remember, Jesus went back to this
his own hometown to do the ministry. നമ്മുടെ കുടുംബങ്ങളിലൊക്കെ എത്രയോ പേര് തകർന്നവരുണ്ട് അല്ലേ? അവരെ നേടുവാൻ കർത്താവ് സഹായിക്കട്ടെ. ഒരു കമ്മിറ്റ്മെൻ്റ് എടുക്കാൻ പറ്റും ഈ പകൽക്കാലം, ഒരാൾക്ക് വേണ്ടിയെങ്കിലും ഞാൻ പ്രാർത്ഥിക്കുവാൻ കർത്താവ് സഹായിക്കട്ടെ. To pray for at least one person in our family. So, that is what Jesus did. He came back to his own home and to do the ministry that is in Nazareth. Jesus പറഞ്ഞു, ഇവിടെ പറഞ്ഞു, no prophet is acceptable in his own hometown. So now they are, getting angry. The scripture is fulfilled. Now they are angry. ഈ വചനം നിവർത്തിയായിരിക്കുന്നു. Now they want to kill Jesus. Now they want to attack Jesus. They knew Jesus. They knew his parents. They knew Joseph. They knew Mary. They knew his brothers. Now they want to attack him. And Jesus is telling two examples. Let me close that. രണ്ട് സ്റ്റോറിയാണ് കർത്താവ് പറയുന്നത്. ഒന്നാമത്തെ കാര്യം, ജീസസ് is telling Elijah went to Zarephath. അതിൻ്റെ 25-ാം വാക്യത്തിൽ ഏലിയാവിൻ്റെ കാലത്ത് So Jesus is telling two examples. Why Jesus is telling two examples? Even your forefathers rejected prophets. If you reject the gospel, God will send this gospel to the Gentiles. നീ തള്ളിക്കളഞ്ഞാൽ ദൈവം മറ്റുള്ളവരെ അതിനു വേണ്ടി ഒരുക്കും. നീ ആരാധനയ്ക്ക് വന്നില്ലെങ്കിൽ മറ്റുള്ളവരെ കർത്താവ് ഒരുക്കും. നീ പ്രാർത്ഥിച്ചില്ലെങ്കിൽ മറ്റുള്ളവരെ കർത്താവ് പ്രാർത്ഥിപ്പിക്കും. Praise the Lord. നീ കർത്താവിൻ്റെ നാമത്തിന് വേണ്ടി നിന്നില്ലെങ്കിൽ മറ്റുള്ളവരെ കർത്താവ് ഒരുക്കും. That is the message. So Jesus is telling, number one, Elijah went to Zarephath, a far place in Sidon. That is a Gentile's place. There were many widows in Israel. ഇസ്രായേൽ ധാരാളം വിധവമാരുണ്ടായിരുന്നു. അവർക്കൊരു നേരത്തെ ആഹാരം കൊടുക്കുവാൻ ഏലിയാവിന് കൊടുക്കുവാൻ കഴിയുമായിരുന്നു. ഒരു ഭരണി എണ്ണ അല്ലെങ്കിൽ ഒരു പാത്രം എണ്ണയെങ്കിലും അവരുടെ ഭവനത്തിൽ ഉണ്ടായിരുന്നു. But they were not willing to give to the prophet. Praise the Lord. They were not willing to give to the prophet. So Jesus, God sent him all the way to Sidon, a widow, to take care of this prophet. കരുതുന്ന ഒരു ദൈവത്തിൻ്റെ കരുതലിനെ ഓർത്ത് നോക്കിക്കായിക്കട്ടെ. ആരൊക്കെ കരുതി? വിധവയെ ദൈവം കരുതി. ഒരു അല്പം മാവ് മാത്രമേ ഉള്ളെങ്കിലും അവളെ കരുതുവാൻ ദൈവത്തിന് താല്പര്യമുണ്ടായിരുന്നു. കാരണം അവൾ വില്ലിങ് ആയിരുന്നു. ഹല്ലേലൂയ, സ്തോത്രം. അവൾക്ക് അധികം എണ്ണ അവിടെ ഭവനത്തിലില്ലായിരുന്നു. അല്പം എണ്ണ മാത്രമേ ഉള്ളായിരുന്നു. അവളെ കരുതുവാൻ ദൈവം, ഹല്ലേലൂയ, ഒരു പ്രവാചകനെ അയച്ചെങ്കിൽ എന്നെയും നിന്നെ കരുതുവാൻ ദൈവം മതിയായ കർത്താവാണെന്ന് എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്? God is telling, prophet went to all the way to that place. Because God is always taking care of the people. അവളൊരു ജെൻറ്റൈലായിരുന്നു. രണ്ടാമത്തെ സെക്കൻഡ് എക്സാമ്പിൾ വായിച്ച്. There were many lepers. Prophet is there, Elijah is there. There are many lepers. Nobody wants to be healed. Jesus is here. How many of you want the healing? Nobody wants the healing, right? Nobody wants the deliverance. Nobody wants anything. That's what Jesus says. When Elisha was there, nobody wants the healing. Only one person came to Elisha for the healing. Who was that? Naaman from Syria. സിറിയക്കാരനായ നയമാൻ മാത്രമാണ് എലീശയുടെ അടുക്കൽ സൗഖ്യത്തിന് വേണ്ടി വന്നത്. അതുകൊണ്ട് കർത്താവ് പറയുന്നത്, നിങ്ങൾക്ക് ആവശ്യമില്ലെങ്കിൽ ദൈവം ആരെങ്കിലും എവിടുന്നെങ്കിലും അയക്കും.
നിങ്ങൾക്ക് സുവിശേഷം വേണ്ട എങ്കിൽ ദൈവം ആരെയെങ്കിലും അയക്കും. നമുക്ക് വേണ്ട എങ്കിൽ ദൈവം മറ്റൊരു ജാതി എഴുന്നേൽപ്പിക്കും. മലയാളികൾ ഇപ്പോൾ പ്രൊമോട്ടാണെങ്കിൽ പഞ്ചാബികളെ ദൈവം എഴുന്നേൽപ്പിക്കും. പ്രൈസ് ദി ലോർഡ്. കേരളത്തിലെ ക്രിസ്ത്യൻ ലീഡേഴ്സിനൊന്നും ഇപ്പോൾ ആത്മഭാരമൊന്നുമില്ല. കേരളത്തിലെ പെന്തക്കോസ്റ്റ് ലീഡേഴ്സിനൊന്നും ഇപ്പോൾ സുവിശേഷമൊന്നും വലിയ കാര്യമില്ല. ഇപ്പം എഴുന്നേൽപ്പിക്കുന്നത് മുഴുവൻ വടക്കേന്ത്യക്കാരെയാ. God is raising another generation because Malayalis fail. If we don't take that opportunity, ദൈവത്തിൻ്റെ അവസരം നാം തക്കത്തിൽ ഉപയോഗിക്കണം. When you come to church, believe that God will do something for me. When you come to church, believe that God will do a miracle for me. When you come to church, believe that God is strengthening me. When you come, believe that God is, blessing my family. When you come to church, believe that God can do great things for me. അത് ആത്മീയമായും ഭൗമികമായും ശാരീരികമായും മാനസികമായും ദൈവം നമ്മളെ സഹായിക്കും. But we have to believe. That is what Jesus says. ആർക്ക് സൗഖ്യം വേണ്ടായിരുന്നു? ആർക്ക് മാത്രം മതിയായിരുന്നു? ഒരൊറ്റ വ്യക്തിക്ക് മതിയായിരുന്നു. Praise the Lord. Only one person came to Elisha. അതും ആര് പറഞ്ഞിട്ടാ വന്നേ? A slave girl. A slave girl introduced Elisha to Naaman. നയമാനോട് ഈ പ്രവാചകനെ പറ്റി പറഞ്ഞത് ആരാണ്? ഒരു പെൺകുട്ടി. She was serving in the kitchen, making chapati, making bread, sweeping the floor. അപ്പം അമ്മച്ചി പറഞ്ഞു കാണും, നയമാൻ അപ്പുറത്തെ കുഷ്ഠരോഗമാണ്. Your servant is, your master is suffering with the leprosy. Auntie, there is a prophet in Israel. There is a prophet in Israel. Would you go and try? ഒരു പ്രവാചകനുണ്ട്, അവൻ സൗഖ്യമാക്കുന്നവനാണ്, അവൻ വിടുവിക്കുന്നവനാണ്. നമ്മുടെ യജമാനൻ അവിടെ വരെ ഒന്ന് പോകുവാൻ പറ്റുമോ? ആരെ ഇൻട്രൊഡ്യൂസ് ചെയ്തത്? എ സ്മോൾ ഗേൾ, എ സ്ലേവ് ഗേൾ. Children, we can introduce Jesus to many people. Hallelujah. We can introduce in different ways. We can say one word, Jesus loves you. You can say another word, we pray for you. You can say our church will pray for you. You can say our youth group will pray for you. There are broken-hearted people all over the world. തകർന്ന കുടുംബം നമ്മുടെ ചുറ്റുപാടും ആയിരക്കണക്കിനുണ്ട്. യേശുവിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുവാൻ നമുക്ക് പറ്റുമോ? നമ്മുടെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു.